പ്രചരണം ചൂട് പിടിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും തിരക്കിലാണ്. നമുക്കിനി അവരുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ പ്രചരണമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ന് നോക്കാം. അരുവിക്കര മണ്ഡലത്തിൽ നിന്നും രാജ്കുമാറുണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് അവിടുത്തെ പ്രചരണം പുരോഗമിക്കുന്നത്? പുറത്തൊക്കെ തന്നെ നല്ല ചൂടാണ്. ഈ ഒരു ചൂടിന്റെ സമയത്തും സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കിലാണ്. കീർത്തി, മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPIയുടെ സാരഥി യുവരക്തം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പട്ടിണിക്കാരുടെ പ്രശ്നങ്ങൾ എല്ലാം അടുത്തറിഞ്ഞ് മനസ്സിലാക്കുന്ന താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അരുൺ. ഇപ്പോൾ നമ്മുടെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ മുകേഷിനെ കണ്ട ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അതേപോലെ തന്നെ മുകേഷിന് കിട്ടുന്ന അതേ സ്വീകാര്യത എല്ലാ സ്ഥലങ്ങളും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കൊരു നല്ല സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട്. അവർ പ്രശ്നങ്ങൾ നേരിട്ട് കാണുന്നു, സ്ഥാനാർത്ഥികളോട് പറയുന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം, പരിഗണിക്കണം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അരുൺ, അങ്ങനല്ലേ? അതെ, ഏറെ ആവേശകരമായ അനുഭവമാണ് ഇന്നിപ്പോൾ ഈ പര്യടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയപ്പോൾ. നമ്മുടെ നാട്ടിൽ കൊടും ചൂടാണെന്നൊക്കെ പറയുമ്പോഴും ആ ചൂടിനേക്കാൾ വലിയ ചൂടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾ വളരെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായ പ്രശ്നങ്ങൾ ആളുകൾ ഇവിടെ നിന്നൊക്കെ പറയാറുണ്ട്. അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസൃതമായ ഒരു വികസന പരിപാടിയാണ് മാവേലിക്കരയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അവിടുത്തെ നിലവിലുള്ള സിറ്റിംഗ് MP ആണെന്നുണ്ടെങ്കിൽ മരിക്കും വരെ ജനപ്രതിനിധിയായിട്ടിരിക്കും, മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ മാവേലിക്കര ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ അർത്ഥത്തിലേക്ക് മാവേലിക്കരയിൽ ആ പ്രവർത്തനങ്ങൾ എത്തിയോയെന്ന് ചോദിച്ചാൽ അതൊന്നും എങ്ങും എത്തിയിട്ടില്ല. ജനം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്തവണ ഈ മാവേലിക്കരയുടെ വികസന പ്രവർത്തനത്തെക്കുറിച്ചാണ്. അത് ഏറ്റവും ഗൗരവകരമായി മാവേലിക്കരയുടെ വികസന പ്രവർത്തനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. പഴയ കാലഘട്ടമൊക്കെ മാറി പുതിയ പറയുന്നത് ചെറുപ്പക്കാർ, യുവാക്കൾ, യുവജനങ്ങൾ അവരെല്ലാം പറയുന്നത് അവർ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഈ സോഷ്യൽ മീഡിയ രംഗത്തിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് കൂടുതൽ പഴയ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കുള്ള അതിൻ്റെ ഡേറ്റാസുകൾ അവർക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അവരെല്ലാം പറയുന്നത് ഒരുപാട് ചോദ്യങ്ങളുമായി നിൽക്കുകയാണ്. എവിടെയാണ് മാവേലിക്കരയിൽ ഒരു വികസന മുന്നേറ്റം ഉണ്ടായത്? അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ നിന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? ഒരിക്കലുമല്ല. കേരളത്തിൽ അടക്കം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉള്ള പ്രതിസന്ധികളെ സംബന്ധിച്ച്, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച്, ജനങ്ങൾക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു. പറയുന്നത് ഈ പറയുന്ന തരത്തിൽ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ വന്നിരിക്കുകയാണ്. ഓക്കെ നിങ്ങളെ പോവാ. വെരി ഗുഡ്. ഇവരൊക്കെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ കൂടിയാണ്. അതെ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആവേശം. പറയുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങളൊരു സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്രതികരണം, അതൊക്കെ നമുക്ക് കൂടുതൽ കരുത്ത് വന്നിരിക്കുക. നമ്മുടെയൊക്കെ തന്നെ ഒരു പ്രവർത്തനം ഈ പൊതുരംഗത്തേക്ക് വരുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര കോളേജിൽ പോയിരുന്നു. ആവേശകരമായ അനുഭവമാണ്. അതുകൊണ്ട് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പത്തേക്കാൾ ആവേശം എനിക്ക് കിട്ടുന്നത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായ മുതിർന്ന ആളുകൾ, അവർ വളരെ ആവേശകരമായി നിൽക്കുന്നു. അത് കാണുമ്പോൾ നമ്മുടെ രക്തം വീണ്ടും തിളക്കുകയാണ്. നമ്മൾ കൂടുതൽ ചെറുപ്പമായി. രാഷ്ട്രീയ സാഹചര്യം കൂടിയാണല്ലോ, ഇന്ത്യയുടെ ജനാധിപത്യം തന്നെ തകർച്ചയിലേക്ക് പോകുന്നു എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടിയിരിക്കുന്നു. അതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അടക്കം ഞെരിച്ചു മുറുക്കുവാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു. നമുക്ക് അർഹതപ്പെട്ട വിഹിതങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് തരാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു. എന്നിട്ട് ഇതിൻ്റെ എല്ലാം കുഴപ്പം സംസ്ഥാന ഗവൺമെൻറ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. അതിനെ പറയുന്നത് പിന്തുണയ്ക്കുന്ന ആളുകളായി നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷം തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി കാണുമ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയം അത് പറയുന്നത് ഈ കേരളത്തിലെ 20 അസംബ്ലി, നമ്മുടെ പാർലമെൻറ്റ് അസംബ്ലി മണ്ഡലങ്ങളുടെ
20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുന്നതിലൂടെ ആ 20 പേർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദില്ലി പോയവർക്ക് അതൊന്നും ചെയ്യുന്നുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്, കേരളം കഴിഞ്ഞ തവണ വിട്ട ആളുകൾ അവിടെ പോയി 5 കൊല്ലക്കാലം എന്തു തരത്തിലുള്ള നേട്ടമാണ് ഈ കേരളത്തിനുണ്ടാക്കിയത്, അല്ലെങ്കിൽ അവരവരുടെ മണ്ഡലങ്ങളിലുണ്ടാക്കിയത്. ഇവിടെയും ഉണ്ടായിരുന്നല്ലോ നമുക്ക് അത്തരം ആളുകളൊക്കെ. ഈ മണ്ഡലത്തിൻ്റെ അവസ്ഥയടക്കം ദീർഘകാലത്തെ ഈ വികസനത്തിൻ്റെ പിന്നോട്ടടിയെ സംബന്ധിച്ച് ഈ മണ്ഡലം ഏറ്റവും ഗൗരവകരമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോട്ടുള്ള കരുത്തായി നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. ഈ വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നതും കൂടി പ്രേക്ഷകരൊന്ന് കേൾക്കട്ടെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പുതിയ ആളാണെങ്കിൽ പോലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് വലിയ പ്രതികരണമാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. വലിയ പ്രതികരണം. ആളുകൾ എന്താ പറയുന്നത് നമ്മളെടുത്തോട്ട് ഓടി വരുന്നു. അവരുടെ സ്നേഹം, അവരുടെ എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് നമ്മളോടുള്ള ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു വാത്സല്യം, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ മനസ്സിൽ വല്ലാതെ എന്താ പറയുന്നത് ഇങ്ങനെ എന്താ പറയുന്നത് മനസ്സിങ്ങനെ ഏറ്റവും സന്തോഷകരമായ അനുഭവം ഉണ്ടാകുകയാണ്. ഓക്കെ, ആളുകളുടെ എന്താ പറയുന്നത് ഒരു പ്രതികരണമാണ് അതിനകത്ത്. എന്താ പറയുന്നത് പലരും എന്താ പറയുന്നത് വീടുകളിൽ നിന്ന് മുഷ്ടി തുരുത്തി നമ്മളെ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് തമ്പിങ് കാണിക്കുന്നു. അത് എന്താ പറയുന്നത് ഈ മണ്ഡലം എന്താ പറയുന്നത് ഇടതുപക്ഷത്തിന് നേടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് എല്ലാ ആളുകളുടെയും പ്രതികരണം. അത് കാണുമ്പോൾ ഈ റോഡ് ഷോയിലൊക്കെ ഏറെ ആവേശകരമായ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെയിലൊന്നും ഒരു വെയിലേ അല്ല, ഈ ചൂടൊന്നും ഒരു ചൂടേ അല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചൂട് തെരഞ്ഞെടുപ്പ് ചൂടാണെന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു. അതെ 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 ഏതാണ്ട് ഈ നട്ടുച്ച നേരത്തും വളരെ എന്താ പറയുന്നത് വളരെ വലിയ ആൾക്കൂട്ടമാണ് ഞങ്ങളുടെ സ്വീകരണ സ്ഥലങ്ങളിൽ. അതിനേക്കാൾ ഉപരി ജനങ്ങൾ നമ്മൾ എന്താ പറയുന്നത് ഈ പറയുന്ന തരത്തിലേക്ക് അവരാണ് ഓടിയെത്തുന്നത്. അവരാണ് എന്താ പറയുന്നത് ഈ കാര്യങ്ങളിൽ എന്താ പറയുക നമുക്ക് ആവേശം വരുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അവരാണ് നമ്മൾക്ക് എന്താ കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുന്നത്. അവരുടെ പ്രതികരണങ്ങൾ ഏറ്റവും ഗൗരവകരമായി ഇന്ന് രാവിലെ ഈ റോഡ് ഷോയിൽ മുതൽ ഞാൻ നോക്കിക്കാണുകയാണ്. വലിയ തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കീർത്തി, ഇതേ ജംഗ്ഷനിലേക്ക് എത്തി. അവിടെ സ്വീകരണത്തിന് നിരവധി പേർ, ഇപ്പം നാട്ടുകാരെല്ലാം തിങ്ങിക്കൂടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഏതാനും സ്ഥാനാർത്ഥി അരുൺകുമാറിനൊപ്പം മാവേലിക്കരയിൽ നിന്നും അവിടുത്തെ പ്രചരണ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവച്ചു.